കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 4 മേഖലയിലുള്ള ദൈവശക്തി. ഇന്നത്തെ ചിന്ത, എന്തുകൊണ്ടൊരു വിശ്വാസി ശക്തിപ്പെടണം. 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ. 1, വിശ്വാസത്തിൽ ശക്തിപ്പെടുക. 2, കൃപയിൽ ശക്തിപ്പെടുക. 3, കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടുക. 4, ആത്മാവിൽ ശക്തിപ്പെടുക. പുതിയ നിയമത്തിലെ 4 ഭാഗങ്ങളാണ്, 4 മേഖലകളാണ് നാം പഠിക്കേണ്ട. വളരെ പ്രധാനപ്പെട്ട ഈ വചന സന്ദേശം, വളരെ ആഴമേറിയ സത്യങ്ങൾ ഇതിൽ അന്തർലീനമായിരിക്കും. ഈ സത്യം നിങ്ങൾ അറിയണം. നിശ്ചയമായും നമ്മുടെ ആത്മജീവിതം ശക്തിപ്പെടുക. ഒരിക്കലും നാം ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, പുതുക്കം പ്രാപിപ്പാൻ, നവീകരിക്കപ്പെടുവാൻ, നടത്തപ്പെടുവാൻ നിശ്ചയമായും ഈ ദൂതുകൾ നിങ്ങളെ സഹായിക്കും. 1, വിശ്വാസത്തിൽ ശക്തിപ്പെടും. റോമാലേഖനം 4:20 വാക്യം. വിശ്വാസത്തിൽ ശക്തിപ്പെടും. രണ്ടാമത്തതാണ് തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. പൗലോസ് തീമോഥെയോസ് പറയുന്നു, എന്റെ മകനായ തീമോഥെയോസേ, കൃപയിൽ നീ ശക്തിപ്പെടും. 3-ാമത്തത് എഫെസ്യർ ലേഖനം 6:10. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. 4-ാമത്തതും അവസാനത്തതും ലൂക്കോസിന്റെ സുവിശേഷം 4:14. അവിടെ യേശു ആത്മാവിന്റെ ശക്തിയോടെ എഴുതിയിരിക്കുന്നു. ആത്മാവിന്റെ ശക്തി. 4 തലങ്ങളിൽ, 4 മണ്ഡലങ്ങളിൽ, 4 മേഖലകളിൽ നാം ശക്തിപ്പെടുവാൻ നൽകുന്ന ഒരു പ്രബോധനമാണ് ഇന്നത്തെ നമ്മുടെ ദൂത്. ദയവായി ഈ ദൂത് നിങ്ങൾ സ്വീകരിക്കണം. കാരണം ഒരിക്കലും നമ്മുടെ ക്രിസ്തീയത എന്ന് പറയുന്നത് ശക്തിരഹിതമായ അല്ലെങ്കിൽ ബലഹീനമായ, വീട് കിടക്കുന്ന, പരാജയത്തിൽ തുടരുന്ന, നിരന്തരമായിട്ടുള്ള തോൽവികളിൽ നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ തുടരുവാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ആത്മജീവിതം അനുഗ്രഹിക്കപ്പെടും, അത് സമ്പന്നമായി തീരും. ഓരോ നിമിഷങ്ങളിലും നാം ആത്മാവിൽ ബലപ്പെടണം എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. അതിന് വിശ്വാസത്തിന് കരുത്ത് ആവശ്യമാണ്. കൃപയുടെ ഒരു വാഴ്ച നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കർത്താവിൽ എപ്പോഴും ബലം കണ്ടെത്തുവാൻ, കർത്താവിൽ ശക്തി അനുഭവം, കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ അതൊരു ആഹ്വാനമാണ് നമുക്ക് ഇടയായിത്തീരും. അവസാനമായി നാം ചിന്തിച്ചത് ആത്മാവിന്റെ ശക്തി. നമുക്കതിനെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയും. യേശു ആത്മാവിന്റെ ശക്തി പുറപ്പെട്ടു പോയി. എന്താണ് വിശ്വാസത്തിന്റെ ശക്തി? എന്താണ് കൃപയിൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഒടുവിൽ കർത്താവിലും അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിന്റെ ശക്തിയോടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മരുഭൂമി വിട്ടുവന്ന യേശു കർത്താവ് നമുക്ക് വളരെ ഇത് അനുകരണീയമായ മാതൃക. എന്താണ് നമ്മുടെ മാതൃക? റോമാലേഖനം 4-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം അബ്രഹാമിനെ കുറിച്ചുള്ള. അവിടെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. തനിക്ക് അവിശ്വാസമുളവാകുന്ന, ക്ഷീണിച്ചു പോകാവുന്ന, ഇനി ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത വാഗ്ദത്തം ചെയ്ത ദൈവപ്രവൃത്തിയെ ഒരിക്കലും ഇനി അത് ലഭ്യമാകത്തില്ല എന്നുള്ള ചിന്താഗതിയിൽ തുടരാം. സാഹചര്യം അതാണ്, ശരീരത്തിന്റെ അവസ്ഥ അതാണ്, തന്റെ ഇന്നത്തെ പ്രായം അതാണ്. പുത്രോത്പാദനത്തിനുള്ള ശക്തി ഇനി ആ ശരീരത്തിൽ അവശേഷിക്കും. സാരയുടെ സാഹചര്യം ഒട്ടും അനുകൂലമല്ല. ഇതെല്ലാം താൻ ഗ്രഹിച്ചു, താൻ അറിഞ്ഞു. ഇരുവരും കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും വിലയിരുത്തിയാൽ വിശ്വാസത്തിന് ഒരു വാക്ക് പോലും നാവിൽ വരികയില്ല. സാഹചര്യങ്ങൾ നോക്കിയാൽ ആശയെല്ലാം നഷ്ടപ്പെടാം. കാരണം പ്രായം 100 വയസ്സിലേക്ക് എത്തി. താനിപ്പോൾ തൃപ്തനാണ്. ഇപ്പോൾ എലയാസർ ഉണ്ട്, കാര്യസ്ഥന, എല്ലാ കാര്യങ്ങളും നന്നായി നോക്കി നടത്തുന്ന ഒരു കാര്യദർശി. എലയാസറിന്റെ സാന്നിധ്യം ഭവനത്തിൽ അവർക്ക് സന്തോഷകരമായ സ്ഥിതിവിശേഷമാണ് ഉളവാക്കുന്നത്. സ്വത്തും സമ്പാദ്യങ്ങളും ഭൗതിക നന്മകളും സമ്പത്തും വീട്ടിലെ അഭ്യാസങ്ങളെയും ദാസന്മാരെയും ബാലിക്കാരെയും ഒക്കെ നോക്കി അവർക്ക് നേതൃത്വം നൽകുവാൻ, കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തുവാൻ ദമസ്കോസുകാരനായ എലയാസറും ഇനിയും തന്നെ അപ്പ എന്ന് വിളിക്കുവാൻ ഇസ്മായേലുമുണ്ട്. പക്ഷെ എന്നിട്ടും ദൈവം തൃപ്തനല്ല. പലപ്പോഴും അബ്രഹാം പറഞ്ഞത്, ദമശ്ശേക്കുകാരനായ എലയാസർ എല്ലാ കാര്യങ്ങളും നടത്തുവാനുണ്ടല്ലോ, അത് മതി. കാരണം ഇനിയൊരു വാഗ്ദത്ത സന്ധി ഉളവാകുവാൻ ഉള്ള അനുകൂലമായ യാതൊരു സാഹചര്യമില്ല. പക്ഷേ ദൈവത്തിന് വചനം പറയുന്നു, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, സംശയിച്ചില്ല. ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. വിശ്വാസം താൻ ഏറ്റുപറഞ്ഞു. വിശ്വാസത്തിന് അത്ഭുതം താൻ കാണുമെന്ന് താൻ 100% ദൈവത്തിൽ വിശ്വസിച്ചു. അവിടെയാണ് ഈ വാക്യം നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റുന്നത്. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ടേ. അത് മാത്രമല്ല, ദൈവം പ്രവർത്തിപ്പാൻ ശക്തനെന്ന് എണ്ണുക മാത്രമല്ല, തന്റെ സന്തതി ഇവണ്ണമാകുമെന്ന്, അല്ലെങ്കിൽ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന്, അനേക ജാതികളുടെ രാജാക്കന്മാരുടെ നിന്നിൽ അനേക വംശങ്ങൾ ഉളവായി വരുമെന്ന് തന്നോട് അരുളി ചെയ്ത ദൈവത്തിൽ അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചു. അടുത്ത വാക്യം, അത് അവന് നീതിയായി കണക്കിട്ടു. പൗലോസ് പറയുകയാണ്, അബ്രഹാമിന് കണക്കിട്ടെന്ന് പറയുമ്പോൾ അബ്രഹാമിനെ വിചാരിച്ച് മാത്രമല്ല, വിശ്വസിക്കുന്നത് നിങ്ങളെയും വിചാരിച്ചോളാം. നമുക്ക് ഇന്ന് അപ്രകാരം ഒന്ന് പൂർണ്ണമായി, ഭാഗ്യമായിട്ടല്ല, അല്പമല്ല, ദൈവത്തിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യമല്ല. പണ്ഡിത ഇസ്രായേൽ പലപ്പോഴും ചോദിച്ചു, ദൈവത്തിന് കഴിയുമോ? ദൈവത്തിന് കഴിയും. ചെങ്കടലിൽ വഴി തുറക്കുവാൻ ദൈവത്തിന് കഴിയും. മരുഭൂമിയിൽ മഞ്ഞ തരുവാൻ ദൈവത്തിന് കഴിയും. ഇറച്ചിയും കൂടെ തരുവാൻ ദൈവത്തിന് കഴിയും. ഞങ്ങൾക്ക് ദാഹജലം നൽകുവാൻ ഈ മരുഭൂമിയിൽ എന്താണ് ദൈവത്തിന്റെ പ്രൊവിഷൻ, പരിഹാരം? നിങ്ങൾക്കറിയാം, കാദേശിലും രഫീദീമിലും ഒക്കെ പാറ പിളർന്ന് വെള്ളം ചാടിപ്പുറം. ചെങ്കടലിൽ അവർ കരയിലെന്ന പോലെ നടന്നു. അവരുടെ കൂടാരവാതിക്കൽ മഞ്ഞിൽ പൊഴിഞ്ഞു വീണ് കിടന്നു. ഇസ്രായേൽ ജനം പാളയത്തിൽ കൂടാരം പിടിച്ച് പാർത്തപ്പോൾ കൂടാരവാതിക്കൽ കയ്യെത്തും ദൂരത്ത് കാടപ്പക്ഷിയെ ദൈവം പറപ്പിച്ചത്. ഇതാണ് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ അത്ഭുതമായ പ്രവൃത്തി. അബ്രഹാമിന്റെ ലൈഫിൽ നോക്കണേ, സാഹചര്യം മൊത്തം എതിരാണ്, അവസ്ഥകൾ എതിരാണ്, സ്ഥിതി എതിരാണ്. സ്വാഭാവികമായി ഇനിയും സാറയിൽ നിന്ന്
ഒരു കുഞ്ഞ് ജനിക്കും. അവിടെയാണ് വിശ്വാസത്തിന്റെ സ്വാധീനം, വിശ്വാസത്തിന്റെ ആഴം, വിശ്വാസത്തിന്റെ വലിപ്പം, വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ. അവിടെയാണ് വിശ്വാസത്തിന്റെ ശക്തിയിൽ അബ്രഹാം ഓരോ നിമിഷവും ശക്തിപ്പെട്ടു ശക്തിപ്പെട്ടു ശക്തി ക്ഷീണിച്ചില്ല, ബലഹീനമായി തീർന്നില്ല, നിരാശപ്പെട്ടില്ല. ബുദ്ധി കൊണ്ട് താൻ കണക്കൂട്ടുന്നതിനേക്കാൾ അപ്പുറമായി വിശ്വാസത്തിന്റെ കണക്കൂട്ടലുകളിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ഭൂമിയിലെ പൊടി പോലെ, പൊടിയുടെ വാക്തത്വം, മണലിന്റെ വാക്തത്വം, ആകാശത്തിൽ നക്ഷത്രത്തിന്റെ വാക്തത്വം, അത് മൂന്നും സംഭവിച്ചു. കുറുക്കുവഴികളില്ല പ്രിയമുള്ളവരെ, ഒരു ഷോർട്ട് കട്ടുകൾ. അതേ അബ്രഹാമിൽ, അതേ സാറയുടെ ഗർഭപാത്രത്തിൽ കർത്താവ് ആ കൂടാരത്തിനകത്ത് ഒരു ചിരി, ഒരു വാഗ്ദത്ത സന്തതി, ബഹുജാതികളുടെ പിതാവിനെ വിളിക്കുവാൻ ഒരു തലമുറയെ, ഒരു ഏകജാതനെ, ഇസ്ഹാക്കിനെ ആ കൂടാരത്തിനകത്ത് ദൈവം ജനിപ്പിച്ചു. അതേ ശരീരത്തിൽ നിന്ന്, ആ സാറയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ദൈവിക പദ്ധതി വെളിപ്പെട്ടു. അബ്രഹാമിന്റെ വിശ്വാസത്തിന് 100% മാർക്ക്. താൻ കടന്നു വന്ന എല്ലാവിധമായ സാഹചര്യങ്ങളും എതിരായി നിന്നപ്പോൾ ഒരു ദൈവം ഉണ്ടെന്നും, ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ആ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് തന്നെ ഉറപ്പ്, തന്നെ വിശ്വാസിയുടെ പിതാവാക്കി, ബഹുജാതികളുടെ പിതാവാക്കിയുമായി താൻ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു. പ്രിയമുള്ളവരെ, നമുക്കും വിശ്വാസത്തിന് ശക്തിപ്പെടും. ഇത് ഒന്നാമത്തെ പോയിന്റ്. വിശ്വാസത്തിന് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാം. നാം ഇന്നത് കാണും. വാദനം ഏറ്റുപറയും. നിങ്ങളുടെ വിടുതലിനെ കുറിച്ച് സംസാരിക്കും. അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് ദൈവത്തോട് നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കും.